ഇനി വീണ്ടും അടുത്ത ഇറക്കം. ആ ഇറക്കത്തിൽ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാനും രണ്ടും കൂടി എത്താത്തത് കൊണ്ട് ഞങ്ങളവിടെ വീഡിയോ എടുത്തില്ല. ഇതിലെന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോക്കോ. വഴിക്ക് വീണാൽ എന്നെ പിടിക്കണം. അമ്മ ആനപ്പിണ്ടങ്ങൾ കണ്ട, ആനപ്പിണ്ടങ്ങൾ. ഇതിലൊക്കെ ആന കയറി വരുന്നതാണ്. ഈ പുല്ലായിട്ടുള്ള വഴി ചവിട്ടി ഇടിച്ച് ചുവന്ന നിറാക്കിയിട്ടുള്ളത് മുഴുവൻ ആനകളാണ്. ആ ഇവിടെ ഇതൊക്കെ തേയില ചെടികൾ കാടായിട്ട് നിൽക്കുന്നതാണ്. ഇന്ന് പോയിണ്ടോ? അത് പഴയതാ, 2 ദിവസം മുമ്പത്തെ. ഈ ആനപ്പിണ്ടൊക്കെ 2 ദിവസം മുമ്പത്തെ. ഫ്രഷല്ല പേടിക്കണ്ട. ചെറിയ വാസന ഉണ്ടല്ലേ. അമ്മ അപ്പോ വീഡിയോഗ്രാഫർ ഇതും കൂടി ഉണ്ട് ഗൈസ്. അയ്യോ നല്ല പണിയാ കിട്ടിയേക്കണേ. ഈ വഴി ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ തലം കുത്തി മറിഞ്ഞു വീഴാനുള്ള എല്ലാ ചാൻസും ഞാൻ കണ്ടു. അമ്മേ പേടിക്കണ്ട, ഗ്രിപ്പ് തോന്നാണ്. അമ്മേ ഇവിടെ ആന, പുലി, മുയൽ എല്ലാം ഉണ്ട്. അത് കാരണം എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ സ്പീഡിൽ നടക്കാം. ഇങ്ങനത്തെ സ്റ്റെപ്പ് നല്ല നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് മിസ്. ഇനി തേയില കേട്ടോ. ഇനി എൻ്റെ സ്ട്രീറ്റാണ്. എനിക്ക് ഫോറസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇനി അങ്ങോട്ടല്ലേ അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഞങ്ങൾ ഇന്നലെയൊക്കെ ഈ വഴി നടന്നു വന്നത് തന്നെയാണ്. അത് കാരണം കുഴപ്പമില്ല. ഇവിടെ കൊളുന്ത് നുള്ളുന്ന എസ്റ്റേറ്റ് ആയിട്ടുള്ള തേയില, നേരെ ഇപ്പുറത്ത് കൊളുന്ത് നുള്ളാൽ നിർത്തി കാടായി മാറിയിട്ടുള്ള തേയില, രണ്ടും കാണാം. അത് നിങ്ങൾ ഇതിലാണോ? ഓക്കെ, ഹരേ കൃഷ്ണ. ഇതിലെ പോലാമോ? ശരി, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാന്ന്. ചെരുപ്പിന് ഗ്രിപ്പ് കുറവാ. വഴുക്കുന്നു അല്ലേ? ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാലേ കുറച്ചുകൂടി വേഗം അങ്ങോട്ട് എത്താം. ദൂരം കുറവുണ്ടാവും. താഴെ കുറച്ച് ദൂരം കൂടി അല്ലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് കാറ് കയറി ഇരിക്കല്ലേ വേണ്ടു.
നടക്ക് നടക്ക്. എനിക്ക് കാല് കഴിച്ചു തുടങ്ങിയില്ലേ? ദേ ഇപ്പം ഈ കാട് കണ്ടില്ലേ, അവിടേക്ക് ടീ ഇല്ല. ആ മലയുടെ മുകളിലാണ് നീ കയറിയത്. സ്വാമിജിയുടെ ആശ്രമം അവിടെയാണ്. ആ കൊടി കാണുന്നിടത്താണ് തീർത്ഥം. നമ്മളവിടെ കുളിച്ചില്ലേ, ആ കൊടി കാണുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ കുളിച്ചത്. അവിടെ സ്വാമിജിയുടെ ആശ്രമം. ഈ മലയുടെ മുകളിലേക്കാണ് നീ അങ്ങനെ കയറിപ്പോയത്. അവിടെ ചെന്നിരുന്നിട്ടാണ് കാഴ്ചകൾ കണ്ടത് കേട്ടാ. ധാരാളം മുള്ളുണ്ട് കേട്ടോ, ധാരാളം മുള്ളുണ്ട്. മുള്ളുണ്ട്, നോക്കി ഇറങ്ങണം. ഇവിടെ എൻ്റെ ചുറ്റും പണിയൊന്നും തുടങ്ങി മാറ്റാറായി. എന്നെ തൂങ്ങരുത്. അവനവൻ്റെ ഒരാളുടെ ഭാരം തന്നെ വലിക്കാൻ പറ്റുന്നില്ല. വലിക്കണ്ട, തന്നെ ഓട്ടോമാറ്റിക്കാ. ഏ കാല് വേനിക്കുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ. കാല് വേനിക്കൊണ്ടാണ്. ഇറങ്ങ. കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലല്ലേ, തുടയുമ്പോഴല്ലേ വേനിക്കണേ? ആ അയ്യോ. അയ്യാ, നമുക്ക് മുമ്പിൽ നിൽക്കൂ. പിന്നാലെ വരുന്നത്. ഉള്ളുണ്ട്. ഇനി ഇവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ട്, വഴുക്കലൊന്നും ഉണ്ടാവില്ല വിചാരിക്കണു. ഒഴുക്കുള്ള എല്ലാ ചാൻസുള്ള സ്ഥലമാണ് ഇത്. സൂക്ഷിച്ച് ഇറക്കുക, അല്ലെങ്കിൽ തട്ടിക്ക് മറന്ന് വീഴും. എടാ അയ്യോ, സൈഡിലുള്ള തേയിലേമ്പിൽ പിടിച്ചോളൂ. നല്ല ഉറപ്പുള്ളതാ, കുഴപ്പമൊന്നുമില്ല. സത്യം. ഈ വഴിയാണ് നല്ലതാണോ ആ വഴിയാണ് നല്ലതാണോ? അതെ, ശരിക്കും ഞാൻ ഇത്ര പെട്ടെന്ന് ഇറങ്ങാറില്ല. ഇന്നിപ്പോൾ എന്താ അറിയില്ല, വഴുക്കലുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഇല്ലല്ലോ, നമ്മളിൽ കൂടെ നടന്നു കയറിയില്ലല്ലോ. അവര് മാറോട്ടോ ഗൈസ്. ഇതാണ് ഇത് കണ്ട സാധനം പറ. എന്താ നമ്മുടെ പിന്നാലെ?
അവന് 2 ദിവസത്തേക്ക് നമ്മുടെ പിന്നാലെ വരണോ? മൂത്രക്കാനാ ഇതാ സൂത്രം കാണിച്ചാലും നോക്കോ. ദൈവം മൊത്തം വളർന്നു നടക്കുകയാണ്. രസം കേട്ടോ ഇത് സാധനം. എന്താ ഞങ്ങളുടെ പിന്നാലെ? ഇപ്പൊ ഞങ്ങളുടെ പിന്നാലെ ആണോ? നമ്മുടെ കൂടെ വന്നിട്ട് കാര്യമില്ല, കാറിലൊന്നും കേൾക്കില്ല നിങ്ങൾ. അവർ നമ്മുടെ പിന്നാലെ തിന്നല്ല കേട്ടോ, തിന്നല്ലേ. എന്താ സാധനം മുളപ്പിക്കണ്ടേ? ഇത് താഴേക്കളോ അവിടെ ആരെങ്കിലും പട്ടിയോ അല്ലെങ്കിൽ തരുന്ന നായയോ? ആ ചുവന്ന പൂണ്ടായി നിൽക്കണ മരല്ലേ, അവിടെ അവിടെ ചുവന്ന പൂണ്ടായി നിൽക്കണ മരം കാണാൻ. അവിടെയാണ് നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് കയറിയ വഴി. അപ്പൊ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അത് തന്നെ വരുന്നതാ നമ്മള് പിന്നെ തന്നെ. ബായ്. ഇതൊന്ന് പിടിക്ക ശരിയാക്ക. അപ്പൊ മൂത്രം ഒഴിക്കുന്നത് മൂത്രയിക്കട്ടെ. മൂത്രയിക്കാനല്ല അപ്പൊ ആ പട്ടികള് ആ മലയുടെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ദൈവം, കൊടിയൊക്കെ ഉണ്ടാവും അവിടെ, ശ്രദ്ധിച്ചു നോക്കിയാ കാണാം. ഞങ്ങള് ഇവിടെ മൊത്തം ബായ് പറയാൻ പോവാണ്. എല്ലാവരോടും ബൈ പറയാൻ പോവാണ്. ഇതാ അവിടെ ഒരു മരം കാണാനല്ലേ, ചുമന്ന പൂക്കളുമായിട്ട്. ആ മരത്തിൻ്റെ അവിടുന്ന് അങ്ങനെയാണ് ഞങ്ങൾ കയറിപ്പോയത്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ വേറെ വഴി കൂടെ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് നടന്നു. ഇനിതാ ഈ വഴി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്, അവിടെ എത്തിയ റോഡായി. അപ്പോൾ തൽക്കാലം കട്ട് ചെയ്യട്ടെ കേട്ടോ.